മീറ്റിംഗ് കൂടാറുണ്ട്, പ്രാർത്ഥന കൂടാറുണ്ട്. അത് പ്രധാനമായും കുഞ്ഞുച്ചാൻ്റെ ഒരു ഓർമ്മകളെ നമ്മൾ സ്മരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. 14 വർഷമായെങ്കിലും ആ ഓർമ്മ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. കുഞ്ഞച്ചാനെ ഓർക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിൽ, കുഞ്ഞച്ചാന് പരിചയമുള്ള എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ഡീപ്പ് സെൻസ് ഓഫ് ഡിവോഷൻ, വളരെ ആഴമായൊരു ധ്യാനാത്മകത കുഞ്ഞച്ചാൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത്. എനിക്കൊന്ന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു കൊച്ചു ബൈബിളുണ്ട്. അതെവിടെ പോയാലും കയ്യിൽ വെക്കും, കയ്യിൽ കാണും. അപ്പോൾ അതുമായിട്ടാണ് സാധാരണ എഴുന്നേറ്റ് ഒരു സെറ്റ് വന്നിരിക്കുക. അതിനുശേഷം ചായ കുടിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ അത് വായിച്ചതിന് ശേഷം ഈ കൈയുടെ ഈ ഭാഗത്തൊരു ചെറിയ കുരിശ് വരയ്ക്കും, ബോൾ പെൻ വെച്ച്. എന്നിട്ട് അതിൻ്റെ അടിക്ക് വായിച്ച വേദഭാഗവും അതിൻ്റെ അധ്യായവും വാക്യവും എന്ത് ചെയ്യും, കുറിച്ചിടും. അപ്പം ഞാൻ ചിലപ്പോൾ ചോദിച്ചു, എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത്രയും കൃത്യത അല്ല, എൻ്റെ ഒരു റുട്ടീൻ പ്രാക്ടീസാണ് എന്ന് അന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് ഒരു ഡീപ്പ് സെൻസിലാണ് കുഞ്ഞച്ചാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം നമ്മൾ സംഭാഷിക്കുന്ന സമയത്തുമൊക്കെ ആ ഒരു വലിയ ധ്യാനത്തിൻ്റെ ഒരു വലിയ ഒരു വശം കുഞ്ഞച്ചാൻ എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ജബൽപൂരിലായിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മർത്തോമ ആരാധനയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു സ്ഥിരമായിട്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അറിവ് എന്താ വെച്ചാൽ അവിടുത്തെ CNI സഭയുടെ ആരാധനയിലും പലപ്പോഴും പോയി പങ്കെടുക്കുമായിരുന്നു. അതൊരു സഭയുടെ പാരമ്പര്യം മാത്രമല്ല, മറ്റ് സഭകളുടെ പാരമ്പര്യത്തെ അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു താല്പര്യം കുഞ്ഞച്ചാൻ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് കുഞ്ഞച്ചാൻ്റെ ഓർമ്മകളെ നമ്മൾ അയവിറക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഈ ഒരു ഡിവോഷണൽ ലൈഫിൽ കുഞ്ഞച്ചാൻ കൊടുത്ത ഒരു താല്പര്യവും അതിലൂടെ സഞ്ചരിക്കാൻ എടുത്ത ഒരു താല്പര്യവുമാണ്. രണ്ടാമത്, ഒരു വെൽ ഇൻഫോംഡ് ആയൊരു പേഴ്സണായിരുന്നു. ഏത് വിഷയം കുഞ്ഞച്ചാൻ സംസാരിക്കുവാൻ, അതാരോടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെയുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബങ്ങളുടെയൊക്കെ അതിൻ്റെ ഒരു പാരമ്പര്യം, പൗരാണികത, ആ വഴികളിലൂടെയൊക്കെ ഒത്തിരി സഞ്ചരിക്കും. സഭയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഇൻഫോം ചെയ്യുമായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ലീനാള തിയോളജിക്കൽ സെമിനാരിയുടെ വൈസ് പ്രിൻസിപ്പളായിരുന്ന MV അബ്രാച്ചൻ ഒത്തിരി വർഷം ജബൽപൂർ ജീവിച്ച ആളാണ്. അച്ഛൻ മിക്കവാറും ഇവരെ വിസിറ്റ് ചെയ്യാനൊക്കെ വരുന്ന സമയം അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞ്, കുര്യനെ പറ്റി ചോദിക്കുമ്പം അച്ഛൻ തന്നെ പറഞ്ഞു, കുര്യൻ വളരെ ഇൻഫോംഡ് ആണ്, വളരെ 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 സെൻസിബിളായിട്ട് സംസാരിക്കാൻ കുര്യൻ അറിയാം, പ്രത്യേകിച്ച് ചർച്ച ഹിസ്റ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വായനകളും ചിന്തകളും ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള താല്പര്യം ഉണ്ടായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ആ രീതിയിലൊക്കെ ആകണം എന്ന് ചോദിച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, പെട്ടെന്ന് തന്നെ ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ മരണത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സത്യത്തിൻ്റെ നേർരേഖയിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനായിരുന്നു. ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്ത്, ദീർഘവർഷം അതിനകത്തായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനകത്ത് ജോലി കയറിയാണ്. ഒരു ഗസറ്റഡ് പോസ്റ്റിലായിരുന്നു. ഭയങ്കര കറക്റ്റായൊരു സംവിധാനമായിരുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ ജോലി ചെയ്ത ഒത്തിരി ആൾക്കാരൊക്കെ ആ രീതിയിലൊക്കെ ഒത്തിരി ഭൗതികമായുള്ള വളർച്ചയും ഉയർച്ചയൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ അതിലൊന്നും ഒരിക്കലും പോകാതെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ആ സത്യസന്ധതയും ഒരു ട്രാൻസ്പെറൻസിയും ജീവിതത്തിൽ സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു കൈമുതൽ ഒരു വലിയ വിശ്വാസ ചൈതന്യമായി കുഞ്ഞച്ചാൻ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ ജീവിതത്തിലൂടെ ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് മാറ്റപ്പെട്ടു 14 വർഷം കഴിഞ്ഞെങ്കിൽ തന്നെയും മായാത്ത ഒത്തിരി നല്ല മുദ്രകൾ നമ്മുടെ മുമ്പിൽ പതിപ്പിച്ചിട്ടാണ് കുഞ്ഞച്ചാൻ പോയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓർമ്മകളിലൂടെയൊക്കെ നമുക്കത് ഒന്ന് പരസ്പരം കൺവേ ചെയ്യാനും നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ ആ രീതിയിലൊന്ന് ഉറപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സന്ദർഭമായിട്ട് നമുക്ക് ഈ ഒരു ഓർമ്മയെ കാണാനായിട്ട് സാധിക്കും. ചരിത്രം എന്ന് പറയുന്നത് ഓർമ്മകളുടെ ഒരു ഇടമുറിയാത്ത സഞ്ചാരമാണ്. ഓർമ്മകളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ചൈതന്യത്താക്കുന്നതും ഓർമ്മകളാണ്. വേദപുസ്തകം ബൈബിൾ എന്ന് പറയുന്ന ഓർമ്മകളുടെ വലിയൊരു പുസ്തകമാണ്.
അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഓർമ്മകളാണ്. അതുകൊണ്ട് ഓർമ്മകൾ മറന്നുപോയാൽ ജീവിതം മറക്കും, ജീവിതം നിശ്ചലമാകും. അതുകൊണ്ട് നമ്മളെ ജീവിപ്പിക്കുന്ന നല്ല ഓർമ്മകൾ നമുക്ക് നല്ലൊരു പ്രേരണയായി തീരട്ടെ എന്ന് ഞാൻ ആമുഖമായിട്ട് പറയുകയും ആശംസിക്കുകയും ചെയ്യും. നമ്മളിന്ന് ഈ മാർത്തോമാ സഭയുടെ ലക്ഷണറി അനുസരിച്ച് 2 പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ഒന്ന്, പെന്തിക്കോസ്ത് പെരുന്നാളിൻ്റെ ഒരു വായന നമുക്ക് രാവിലെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള എക്കോളജിക്കൽ സൺഡേ, അതിൻ്റെ പ്രത്യേക ആരാധനക്രമങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് ചോദിക്കുകയായിരുന്നു, അച്ഛന് പെന്തിക്കോസ്തി വിഷയവുമായി ബന്ധപ്പെട്ടാണ് രാവിലെ പ്രഭാഷണം നിർവഹിച്ചത് എന്ന് പറഞ്ഞു. അപ്പം അതിനോട് ചേർന്ന് നമ്മൾ ഈ എക്കോളജിക്കൽ ഇഷ്യൂ ഇന്ന് വളരെ രൂക്ഷമായൊരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 10-20 വർഷം മുമ്പ് അത് നമുക്കൊരു പ്രസംഗ വിഷയവും ഒരു സെമിനാർ വിഷയവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കണ്ണിന് മുമ്പിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് ഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിനോട് ചേർന്ന് ഒത്തിരി പുസ്തകങ്ങൾ ഇപ്പം ഈ എക്കോളജിക്കൽ ക്രൈസിസുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഒത്തിരി വായിക്കപ്പെടുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഈ UL നോഹ ഹരാരിയുടെ 4 പുസ്തകങ്ങൾ ഈ 2014 ശേഷമാണ്. 14, 16, 18, 21, 25 മനസ്സിലായല്ലോ. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഹോമോ സാപ്പിയൻ എന്ന്. ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, സാപ്പിയൻ എന്ന് പറഞ്ഞാൽ സ്പീഷ്യസ് എന്ന്. അപ്പം മനുഷ്യ കുലത്തെപ്പറ്റി, മനുഷ്യൻ്റെ ആവിർഭാവത്തെപ്പറ്റി, മനുഷ്യൻ എങ്ങനെയാണ് ഒരു അജയ്യനായിട്ട് മാറിയത് എന്ന് വലിയ ചരിത്രം അതിനകത്ത് പറയുന്നു. അതിൻ്റെ 2ാമത്തെ ഭാഗമാണ് ഹോമോ ഡെയൂസ്. ഡെയൂസ് എന്ന് പറഞ്ഞാൽ ദൈവം, ഹോമോ മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ ആരായി മാറി? ദൈവമായിട്ട് മാറി. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മേൽ ആധിപത്യം പുലർത്തുന്ന, ലോകത്തിൻ്റെ മുഴുവൻ സൗഖ്യവും മനുഷ്യനിലേക്ക് എന്നുള്ള ഒരു ഹ്യൂമൻ സെൻറ്റേഡ് വിഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയി എന്ന് അദ്ദേഹം പറയുന്നു. 3ാമത്തെ പുസ്തകമാണ് 21 ഇറക്കിയ 21 ലെസൺസ് ഫോർ 25th century എന്നുള്ള പുസ്തകം. ഈ 21ാം നൂറ്റാണ്ടിൽ എങ്ങനെ ലോകത്തെ കാണേണ്ടത്, വിശ്വാസത്തെ പറ്റിയൊന്നും പറയുന്നില്ല, ലോകത്തെ എങ്ങനെയാണ് കാണേണ്ടത്, ലോകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നൊരു പുസ്തകം. പിന്നെ ഇറങ്ങിയ നെസസ്, അതുമായിട്ട് വലിയ ബന്ധമൊന്നുമുള്ളതല്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ 3 ക്രൈസിസിലൂടെ ഇപ്പോൾ പോകുന്നു. 1ാമത്തെ ക്രൈസിസ് എക്കോളജിക്കൽ ക്രൈസിസ്, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ലോകത്ത് വരുന്ന മാറ്റം, നമ്മുടെ അന്തരീക്ഷത്തിനകത്ത് വരുന്ന മാറ്റം, ഇതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പം ഉണ്ടാകുന്ന ക്യാൻസർ രോഗങ്ങളുടെ നല്ലൊരു പങ്ക് അന്തരീക്ഷ മലിനീകരണത്തിലൂടെയും നമ്മുടെ വിഷാംശം കലർന്ന ആഹാരത്തിലൂടെയൊക്കെയാണ് നമുക്ക്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കിഡ്നി ഫെയിലറായ ഒരു പേഴ്സണെ കാണുകയോ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിട്ട് കേൾക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ 70കളുടെ ബാല്യകാലം. ഇപ്പോൾ 70കളും 80കളും ഒന്നും ഞങ്ങളുടെ ആ ഗ്രാമത്തിലൊന്നും ആരും കിഡ്നി ഫെയിൽ ചെയ്ത് ഡയാലിസിസ് എടുത്തു എന്ന് ഞാൻ ആരും കേട്ടിട്ട് പോലുമില്ല. ഇപ്പം ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ എൻ്റെ വീടിന് തൊട്ടടുത്തൊരു ഒരാൾ ഡയാലിസിസ് ചെയ്യുന്നു. ആഴ്ച 3 ഡയാലിസിസാണ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഇത് ചെയ്യുന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, ഒരു സ്ലോട്ട് നമ്മൾ സ്ഥിരം ബുക്ക് ചെയ്തിട്ടുണ്ട്, 60 ബെഡാവുള്ളത് ഒരു സ്ലോട്ട്. ഒരു സ്ലോട്ട് പറഞ്ഞാൽ 3 മണിക്കൂർ. ശരിയായിരിക്കും അല്ലേ? 3 മണിക്കൂർ. അപ്പോൾ ഞാൻ ഈ 60 സ്ലോട്ടിൽ 3 മണിക്കൂർ മുഴുവൻ ഫുള്ളാണെന്ന് പറഞ്ഞു. എന്തുമാത്രം പേരാണ്. ഇതൊക്കെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയാണ്, മനസ്സിലായില്ല. 2ാമത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ ക്രൈസിസാണ്. ജിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദേശവുമായി, മണ്ണുമായി ബന്ധപ്പെട്ട്, മനസ്സിലായില്ല. ഇപ്പം മണ്ണുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെയൊക്കെ ഈ ജീവൻ നഷ്ടപ്പെടുകയാണ്. നമുക്ക് പണ്ട് ഈ പ്രെഡിക്റ്റ് ചെയ്യായിരുന്നു കാലാവസ്ഥയെ. നമ്മളിപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ പ്രഡിക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഭൂമി റിറ്റാലിയേറ്റ് ചെയ്യുക, മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ ചെറിയ മഴ എന്ന് പറയുമ്പോൾ ഘോരമായ മഴ എന്ത് ചെയ്യുന്നത് പെടും. അപ്പോൾ ജിയോളജിക്കൽ ക്രൈസിസ് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ എന്നതിനെപ്പറ്റി തന്നെ ഇപ്പോൾ ക്രൈസിസ്. നമുക്ക് ഇത്രയും നാൾ നമ്മൾ ഈ പരിണമിച്ചാണല്ലോ ഇത് വന്നേ. ഇപ്പോൾ പരിണാമത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്നു ആര്? മനുഷ്യൻ. ഇപ്പോൾ മനുഷ്യന് വന്ന് പരിണാമം നിന്നു എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ അതല്ല, ഇപ്പോൾ ആ പരിണാമം മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ഹ്യൂമൻ, അതായത് മനുഷ്യൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനാണ് പോസ്റ്റ് ഹ്യൂമൻ വേൾഡ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നത്.
അപ്പോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇത്രയും നാളറിയാം, നമ്മളിപ്പം യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് യന്ത്രങ്ങൾ നിന്നിരുന്നു. ഇപ്പം മിക്സി നമ്മൾ ഉപയോഗിക്കുന്നു, പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മളാണ്, മനുഷ്യൻ്റെ ബുദ്ധിയാണ്. JCB വന്നു മണ്ണെടുക്കാൻ, അപ്പോൾ ഉപയോഗിക്കുന്ന ആരാ? മനുഷ്യനാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ എക്സ്റ്റൻഷനായിരുന്നു എന്ത്? യന്ത്രങ്ങൾ. ഇപ്പോൾ അത് മാറി. ഇനി നമ്മൾ യന്ത്രങ്ങളുടെ എക്സ്റ്റൻഷനായിട്ട് ആര് പോകാൻ പോവുക? മനുഷ്യൻ പോകാൻ പോവുക. മനസ്സിലായോ? ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ ഇപ്പോൾ കൊഗ്നിറ്റീവ് പവർ, ഇത്രയും നാൾ നമ്മുടെ അധ്വാനത്തെയാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നിയന്ത്രിച്ചിരുന്നത്. ഇനി നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കാൻ പോവുക. അപ്പം നമ്മുടെ മനുഷ്യ ബുദ്ധിയുടെ 1000 മടങ്ങുള്ള സംവിധാനങ്ങൾ, സൈബോർഗുകൾ സൃഷ്ടിക്കാൻ പോവുക. അപ്പം ഈ സൈബോർഗുകളും മനുഷ്യ ബുദ്ധിയും കൂടെ കണക്ട് ചെയ്യുന്ന ഇൻ്റർനെറ്റ് സംവിധാനം വരുമ്പോൾ ഇപ്പം ഞാനെന്ന് പറയുന്ന എന്നേക്കാൾ 10,000 മടങ്ങ് ചിന്തിക്കുന്ന മനുഷ്യൻ വരാൻ പോകും. മനസ്സിലായല്ലോ? അത് നമ്മുടെ കണ്ണിമുമ്പ് വന്നു കഴിഞ്ഞു. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയുള്ള ഒരു പുതിയ ലോകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്രവേശിക്കുക. അപ്പം ഇവിടെയാണ് നമ്മുടെ സഭ എക്കോളജിക്കൽ സൺഡേ ആയിട്ട് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ചിന്ത പോകണം, നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ഒരു 2050-60 കാലഘട്ടം, ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ വേറൊരു ലോകത്തെ അവർ ഫേസ് ചെയ്യാൻ പോകും. എൻ്റയർലി ഡിഫറൻറ്റ്. മനസ്സിലായല്ലോ? അപ്പം അതിനെ ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നുണ്ട്. അതായത് ഇത്രയും നാൾ നമ്മൾ ഈ നമ്മുടെ ലോകം വളർന്നത് പഴയത് പുതിയതും കൂടെ ചേർത്ത് വെച്ചായിരുന്നു. പഴയതെല്ലാം നമ്മുടെ കൂടെ കാണും, അതിൻ്റെ കൂടെ പുതിയത് കുറച്ച് എന്ത് ചെയ്തു? ആഡ്. നീ അങ്ങനല്ല, നീ പഴയത് വേണ്ട, പഴയത് കംപ്ലീറ്റ്ലി മാറ്റി ഒരു പുതിയ ലോകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുവരെയുള്ള മനുഷ്യ കുലത്തിന് നമ്മൾ ഇതുവരെ നയിച്ച ജീവിത രീതികൾ, നമ്മൾ ഇതുവരെ കണ്ട പ്രകൃതി, ഇതുവരെ കണ്ട അന്തരീക്ഷം എല്ലാം വ്യത്യാസം വരിക. അപ്പം ഇതിനോടുള്ള നമ്മുടെ ഒരു ഫെയ്ത്ത് റെസ്പോൺസ് എന്താണ്, നമ്മളെങ്ങനെയാണ് ഇതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം അതിന് സഹായകരമായ ഒരു ചെറിയ ചിന്ത പങ്കുവെച്ച് ഞാൻ എൻ്റെ ഈ ഒരു ധ്യാനം അവസാനിപ്പിക്കാം. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്ക് ഞാൻ വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാം അധ്യായം 26 മുതലുള്ളത്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കും. അവയെ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. എന്നാൽ ശലോമോൻ പോലും സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമങ്ങിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? പറയുന്നു. നമുക്കറിയാം, ഇത് നമ്മുടെ പർവ്വത പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗം, സെർമൺ ഓൺ ദി മൗണ്ട്. പർവ്വത പ്രസംഗം നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 5, 6, 7 3 അധ്യായത്തിലായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 11 തൊട്ടുള്ള അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പർവ്വത പ്രസംഗം എന്ന് പറയുന്നത് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ഒരു കൗണ്ടർ കൾച്ചറൽ മാനിഫെസ്റ്റോ എന്ന് വേണേൽ പറയാം. കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബദൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്നർത്ഥം. നിലവിലിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളതിനാണ് നമ്മൾ കൗണ്ടർ എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്കാരം, നമ്മളെ വേ ഓഫ് ലൈഫ്, അല്ലേ? അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ ആണത്. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് വരേണ്ട മാറ്റങ്ങൾ, നമ്മൾ പുലർത്തേണ്ട ജീവിത രീതികൾ എന്ന് യേശു ഇങ്ങനെ പ്രഭാഷണത്തിലൂടെ എന്ത് ചെയ്യുക? പറയുക. മനസ്സിലായല്ലോ? ഇപ്പം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായത്തിൽ വലിയൊരു ദീർഘമായൊരു പ്രഭാഷണമാണ് ഈ സെർമൺ ഓൺ ദി മൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ ഒരു വ്യത്യസ്തമായ ജീവിതം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ആമുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെയൊക്കെ എന്ത് ചെയ്യാം? പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു കൗണ്ടർ കൾച്ചറൽ മാനിഫെസ്റ്റോ എന്ന് ഈ സെർമൺ ഓൺ ദി മൗണ്ടിനെ വിളിക്കുന്നവരുണ്ട്. ഒത്തിരി വ്യത്യസ്തത അതിനകത്ത് യേശുവോടെ പറയുന്നുണ്ട്. മോശങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. അങ്ങനെ ഉള്ള യേശുവിൻ്റെ തന്നെ ചില മാനിഫെസ്റ്റോസ് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ആ അർത്ഥത്തിൽ നമുക്കതിന് അപ്പം അതിന് എനിക്ക് തോന്നുന്നു, ആ ഒരു കൗണ്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഒരു കൗണ്ടർ ഇമാജിനേഷൻ ഉണ്ട്. യേശു ഒത്തിരി
ഇപ്പം നമ്മളൊക്കെ ഈ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ ഈ ജീവിതത്തിൻ്റെ ഭാരവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒഴുകി പോവുക, മനസ്സിലായല്ലോ. പക്ഷെ നമ്മൾ ആ ഒഴുക്കിൽ നിന്നും മാറി നിന്നിട്ട് ഇതിനെ ഒന്ന് നമ്മൾ നോക്കണം. ജീവിതം എങ്ങനെയാണ് ഒഴുകുന്നത്, ജീവിതം എങ്ങനെയാണ് പോകുന്നത്, ഈ ഒഴുക്കിൽ എന്നെ എങ്ങനെയാണ് ഇത് രൂപപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. ആ ചിന്തിക്കാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. യേശു ഒത്തിരി ഇമാജിനേഷനുള്ള ആളായിരുന്നു, അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന എത്രയോ ഇമാജിനേഷനുള്ള, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരെയാണ്. ഇപ്പം നിന്റെ രാജ്യം അല്ലിത്. അപ്പം നിന്റെ രാജ്യം വരയണമേ എന്നുള്ളത് നമ്മൾ നടത്തുന്ന ഒരു ഇമാജിനേഷനാണ്. അപ്പം നാളെ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഇന്നത്തെ ഒരു ബോധ്യമാണ് ഇമാജിനേഷൻ. അപ്പോൾ ഒരു സെർമൺ ഓൺ ദി മൗണ്ട് യേശുവിനെ സംബന്ധിച്ചൊരു ഇമാജിനേഷൻ, കൗണ്ടർ ഇമാജിനേഷൻ. വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച്, പിതാവ് കൊണ്ടുവരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് യേശു ജീവിക്കുന്ന കാലഘട്ടം നിന്നുകൊണ്ട് അതിനെ നോക്കാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുന്നു എന്ന് പറയാം. രണ്ട്, ഒരു കൗണ്ടർ എത്തിക്സ് അതിനകത്തുണ്ട്. ഒത്തിരി പുതിയ ധാർമ്മിക മൂല്യങ്ങൾ യേശു നമുക്ക് തരുന്നു, അല്ലേ? അവിടെ പറയുന്നുണ്ട്, മോശ നിങ്ങളോട് പറഞ്ഞു കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഞാനോ നിങ്ങളോട് പറയുന്നു നിന്റെ ശത്രുവിനെ നീ എന്ത് ചെയ്യണം, സ്നേഹിക്കും. അതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതുവരെ ശത്രുവിനെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ, പ്രത്യേകിച്ച് ഹീബ്രു റിലീജിയൻ, അങ്ങനെ സെമിറ്റിക് റിലീജിയൻസ് എല്ലാം ശത്രു നിഗ്രഹമാണ് കാണുന്നത്. ശത്രുവിന് ഇപ്പം തന്നെ ഇസ്രയേലുകൾ ഈ ഗാസയിൽ കൊണ്ട് ഇത്രയും ബോംബിടേണ്ട ആവശ്യം എന്താ? ഒരു ചെറിയ, നമ്മുടെ കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമുള്ള രാജ്യമല്ല, എന്തുമാത്രം ബോംബാണ് വർഷിക്കുന്നത്. അപ്പോൾ ശത്രുവിനെ എങ്ങനെയെങ്കിലും കൊല്ലുക, നിഗ്രഹിക്കുക, ഒഴിവാക്കുക, ഇതാണ് അവരുടെ ശ്രമം. അവിടെയാണ് യേശു പറയുന്നത് അങ്ങനെ ആകരുത്, നിന്റെ ശത്രുവിനെ നീ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. നിന്നോട് ഒരു നാഴിക നടക്കാൻ ആഗ്രഹിക്കുന്നതിനോട് 2 നാഴിക നീ എന്ത് ചെയ്യണം, നടക്കണം, അല്ലേ? അപ്പോൾ ഒരു പുതിയ എത്തിക്സ് യേശു നമ്മളെ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. മൂന്നാമത്തേത് ഒരു കൗണ്ടർ പ്രാക്ടീസ് എന്ന് വേണേൽ പറയാം. പുതിയ ശീലങ്ങൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, യേശു തരിക. എത്രയോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കപടഭക്തിക്കാരെ പോലെ നിങ്ങളുടെ മുഖം എന്ത് ചെയ്യരുത്, വാടി ഇരിക്കരുത്, അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കൗണ്ടർ കൾച്ചറൽ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറയാം. അതിനകത്തൊരു ഇമാജിനേഷൻ ഉണ്ട്, ന്യൂ എത്തിക്സ് ഉണ്ട്, ഒരു ന്യൂ പ്രാക്ടീസ് ഉണ്ട്, മനസ്സിലായത്? അപ്പം ഇത് വെച്ചുകൊണ്ടാണ് യേശു ഈ ഭാഗത്തെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് എന്നിട്ട് ഇവിടെ പറയുന്നത് ആകാശത്തിലെ പറവകളെ നോക്കുക. അപ്പം ഈ നോക്കുവീൻ എന്നത് ഇവിടെ ആവർത്തിക്കുന്ന ഒരു വാക്ക്. വാച്ച്, നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, നോക്കണം, മനസ്സിലായല്ലേ? അപ്പം നമ്മുടെ മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം, അല്ലേ? നമ്മളാരും നോക്കുന്നില്ലെന്നാണ് ഒരു പ്രശ്നം, അല്ലേ? അതുകൊണ്ട് നോക്കുവീൻ എന്നുള്ളത് ഇവിടെ വീണ്ടും വീണ്ടും യേശു എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഒരു മൈൻഡ്ഫുൾനെസ്, നമ്മളതിനെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മുടെ ഒരു ബൗദ്ധിക ബോധ്യത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ കാര്യത്തെയും വാച്ച് ചെയ്യാനുള്ളൊരു നിയോഗം ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം. ഇങ്ങനൊരു നമ്മൾ ഈ എല്ലാത്തിൻ്റെ ഒരു പാസീവ് വിക്റ്റിം ആകരുത്. പാസീവ് വിക്റ്റിം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു വിക്റ്റിമാണ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒരു ആക്റ്റീവ് ഏജൻ്റാണ്. ഇപ്പം നമുക്കറിയാം, തെർമോമീറ്റർ നമുക്കറിയാം, അല്ലേ? തെർമോമീറ്റർ എന്തുവാ, നമ്മൾ നാക്കിൻ്റെ അടിയിലോട്ട് വെച്ചാൽ ചൂട് കൂടും, അത് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ ചൂട് എന്ത് ചെയ്യും, താഴും, അല്ലേ? അപ്പം അന്തരീക്ഷത്തിൻ്റെ ചൂടിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മെർക്കുറി മാറുന്ന ഒന്നാണ് ഈ തെർമോമീറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ എ സിയിൽ വെച്ചിരിക്കുന്ന തെർമോസ്റ്റാറ്റ് നോക്കിയാലോ, അതങ്ങനെയല്ല ഫങ്ഷൻ ചെയ്യുന്നു. അത് അന്തരീക്ഷത്തിൽ ചൂടിനെ റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലേ, കൺട്രോൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഈ കൺട്രോൾ ചെയ്യുന്നവരാണ്. നമ്മളിതിൻ്റെ ലോകം നമ്മൾ പറയത്തില്ലേ, നാട് ഓടുമ്പം നടുക, അങ്ങനല്ല. നമ്മളതിൻ്റെ കൺട്രോളിങ് ഏജൻ്റായിട്ട്, ഒരു പാസീവ് വിക്റ്റിമായിട്ടല്ല, ആക്റ്റീവ് ഏജൻ്റായിട്ട് എന്ത് ചെയ്യണം, നിൽക്കണം. ഇപ്പോൾ യേശു ഇവിടെ പറയുന്നു, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കും. ഇപ്പം ഇവിടെ പറയുന്നതെല്ലാം ഈ നേച്ചറുമായി ബന്ധപ്പെട്ട ഏജൻസാണ്. ഒരു 10-12 ഏജൻസിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. പറവകളെ പറ്റി പറയുന്നുണ്ട്, പിന്നെ കളപ്പുരയെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഉടുപ്പിനെ പറ്റി പറയുന്നുണ്ട്, വയലിനെ പറ്റി പറയുന്നുണ്ട്, പൂവിനെ പറ്റി പറയുന്നുണ്ട്, പുല്ലിനെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം ഈ നേച്ചറുമായി ബന്ധപ്പെട്ട ഏജൻറ്റുകളാണ്, അല്ലേ? നേച്ചർ റിലേറ്റഡാണ്. അപ്പം നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വസ്തുതയാണ് യേശു നമ്മുടെ മുമ്പിൽ പറയുന്നത്, അല്ലേ? ആകാശത്തിലെ പറവകളെ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ എന്ത് ചെയ്യുന്നില്ല,
കൂട്ടിവെക്കുന്നില്ല. അപ്പം അത് അക്യുമുലേറ്റ് ചെയ്യുന്നില്ല ആ രീതിയിൽ. എന്നിട്ട് പറയുന്നു, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കും. അപ്പം നേച്ചറിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് ആര് നടത്തുന്നത്? യേശു നടത്തുന്നത്. അതെന്തിനാണ് നടത്തിയത് എന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അധ്വാനിക്കുന്നു 29 എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം എന്ത് ചെയ്തിരുന്നില്ല? ചമഞ്ഞിരുന്നില്ല. അപ്പൊ നേച്ചറിന്റെ താഴെയാണ് ആരെ വെക്കുന്നത്? ശലോമോനെ വെക്കുന്നത്, അല്ലേ? എനിക്കൊന്ന് അവിടെയാണ് യേശു ക്രിസ്തു നമ്മോട് പറയുന്നതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭയങ്കര ഒരു ഇമാജിനേഷനോട് അകത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ആരാ ശലോമോൻ? ശലോമോൻ ആരായിരുന്നു? നമുക്കറിയാം, നമ്മുടെ സൺഡേ സ്കൂൾ ദിനമൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ശലോമോന്റെ സദൃശവാക്യമൊക്കെയാണ് വായിക്കുന്നത്. അന്ന് ശലോമോൻ എന്ന് പറയുന്ന ഇസ്രയേൽ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു ആരാധന മൂർത്തിയാണ് ആര്? ശലോമോൻ. 2-3 കാര്യത്തിലുണ്ട്. ഒന്ന്, വലിയ ജ്ഞാനിയായിരുന്നു, ജ്ഞാനം ചോദിച്ചു വാങ്ങി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ആര്? ശലോമോൻ. അപ്പൊ വിസ്ഡത്തിന്റെ ഒരു വലിയ പ്രതാപിയായിരുന്നു ആര്? ശേബാരാജ്ഞിയൊക്കെ തന്നെ ശലോമോന്റെ ജ്ഞാനം പരിശോധിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്, അല്ലേ? അപ്പൊ ഇത്രയും ജ്ഞാനിയായ ഒരു മനുഷ്യൻ വേറെ ഇല്ല. അപ്പൊ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയുന്നത്, നീ ആരെ പോലാകണം? ശലോമോനെ പോലാകണം എന്നാ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? 2, ഇസ്രായേൽ മക്കൾക്ക് വലിയൊരു ദേവാലയം പണിതു കൊടുത്ത ആരാ? ശലോമോന്. 40 വർഷം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു ദേവാലയം ആർക്ക് പണിതു കൊടുത്തു. അതോടൊപ്പം തന്നെ രാജാവിന് ദാവീദൊന്നും കൊട്ടാരത്തിലല്ല ജീവിച്ച്, വലിയൊരു കൊട്ടാരം എന്ത് ചെയ്തു? പണിതു. അപ്പം ഭയങ്കരമായ ബുദ്ധിയുടെ ഒരു കേന്ദ്രബിന്ദു, വലിയൊരു ശില്പി എന്ന രീതിയിൽ, വലിയൊരു കെട്ടുപണിയുടെ ഒരു പ്രതാപി എന്ന രീതിയിൽ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളൊരു കൊട്ടാരം പണിത മനുഷ്യൻ. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ശലോമോനായിരുന്നു അന്നത്തെ വലിയൊരു ആരാധന മൂർത്തി. അപ്പൊ അന്നത്തെ യഹൂദ ബാലന്മാരോടൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആളത്വം ആരാണ്? ശലോമോൻ. അപ്പൊ ശലോമോൻ ഏറ്റവും വലിയൊരു ഐക്കണായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാണും. പക്ഷെ ഇവിടെ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ഇവിടെ പറയുന്നത്, ഇല്ലേ, എന്നാൽ ശലോമോൻ പോലും സർവമഹത്വത്തിൽ ഇവയിൽ ഒന്നിനോളം, ഏതിനോളം? ഈ നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൻ്റെ അത്രയും പോലും ആര് മെനഞ്ഞിരുന്നില്ല? ശലോമോൻ മെനഞ്ഞു. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? എനിക്കൊന്ന് യേശു വളരെ ബ്ലണ്ടായിട്ട് നമ്മളോട് പറയുന്നത്, ഡോണ്ട് ലുക്ക് അറ്റ് സോളമൻ. നിങ്ങൾ സോളമനെ അല്ല നോക്കേണ്ടത്, ലുക്ക് അറ്റ് നേച്ചറിനെ നോക്കണം. ഇത് വലിയൊരു പഠിപ്പിക്കല്, മനസ്സിലായില്ലേ? അതായത് അന്നത്തെ മുഴുവൻ ടീച്ചിങ്ങിനെ യേശു ഇങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യുക. നമ്മൾ ഇത്രയും നാളെ ശലോമോനെ നോക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മുടെ എല്ലാം ഉള്ളിൽ അതുണ്ട്, ഇല്ലെന്നുള്ളതല്ല. നമ്മളെല്ലാം നോക്കുന്ന ആരെയാ? ഇപ്പൊ കവിയിൽ വന്ന കവിയിലെ ഏറ്റവും പ്രതാപശാലിയായ മനുഷ്യനാണ് നോക്കുന്നത്. സഭയിലേക്ക് നോക്കിയാൽ സഭയിലെ ഏറ്റവും പ്രതാപശാലിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. അവരെയാണ് നമ്മൾ പാഠ്യപുസ്തകത്തിൽ പേര് കൊടുത്ത് പഠിപ്പിക്കുന്നത്. യേശു ഇവിടെ പറയുന്നു, ഡോണ്ട് ലുക്ക് അറ്റ് സോളമൻ, ലുക്ക് അറ്റ് നേച്ചർ. എന്തുകൊണ്ടാണ് യേശു അത് പറയുന്നത്? അതായത് നേച്ചറിന്റെ പ്രിൻസിപ്പിൾ എന്തുവാ? നേച്ചറിന്റെ പ്രിൻസിപ്പിൾ 2 എണ്ണമാണ്. ഒന്ന്, ഇൻഡ്വെല്ലിങ്. നേച്ചർ ഇങ്ങനെ പരസ്പര പൂരകമാണ്. ഒന്നൊന്നിനെ ഹനിക്കുന്നതല്ല, ഒന്നൊന്നിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നതല്ല. അതെപ്പോഴും പരസ്പരം ബന്ധിതമാണ്. മനസ്സിലായല്ലേ? ഇപ്പം നമുക്കറിയാം, നേച്ചറിൽ നമുക്കറിയാം എല്ലാ ഇപ്പം ഒരു വൃക്ഷം ഉണ്ടെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ കായ്കനികൾ പക്ഷിക്ക് വന്നിരിക്കാം, പക്ഷിക്ക് പറിക്കാം, അല്ലേ? നമുക്കെടുക്കാം, ആർക്കും എടുക്കാം, അല്ലേ? അത് എപ്പോഴും ഗിവിങ് ആണ്. അത് ഒന്നിൻ്റെ മേൽ ആധിപത്യം പുലർത്തുക. അപ്പം ഇൻഡ്വെല്ലിങ് ആണ് ആര്? ഈ നേച്ചർ എന്ന് പറയുന്നത്. 2, റെസിപ്രോസിറ്റിയാണ്. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ കൊടുത്തു കൊടുക്കുക, അല്ലേ? ഇപ്പം മഴ പെയ്യുന്നു, അത് ഉടനെ തന്നെ സൂര്യൻ അത് അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? മഴ വരുന്നു. കരിയില നിലത്ത് വീഴുന്നു, അത് അലിഞ്ഞ് മണ്ണിനോട് എന്ത് ചെയ്യുന്നു? ചേരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയാണ് ഈ പ്രകൃതിയുടെ, നേച്ചറിന്റെ ഫങ്ഷൻ എന്ന്. ശലോമോൻ എങ്ങനെ ഫങ്ഷൻ ചെയ്ത്? ശലോമോനെ സംബന്ധിച്ച് ഒന്ന് അക്യുമുലേഷനായിരുന്നു. ഭയങ്കരമായ രീതിയിൽ സ്വത്ത് സമ്പാദിച്ച് അവസാനം രാജ്യം 2ആയി. ഭയങ്കര ദാരുണമായ രീതിയിലാണ് ആ മനുഷ്യൻ എന്ത് ചെയ്ത് അയാളുടെ അന്ത്യം എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ എന്തുമാത്രം അക്യുമുലേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. 2 വളരെ ഹെജിമോണിക്കായിരുന്നു. എല്ലാവരെയും കീഴ്പ്പെടുത്തി
മേധാവിത്വം സ്ഥാപിച്ച് സ്വന്തം കാര്യങ്ങൾ നേടിയെടുത്ത മനുഷ്യനായിരുന്നു ആര്? സലോമോൻ. 3 അക്യുമുലേഷനായി എന്തുമാത്രം പണം സമ്പാദിക്കാം. ഇപ്പം സൊലോമോൻ്റെ സ്വത്തിൻ്റെ വിവരണം നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. സ്വർണം, വെള്ളി, അതുപോലുള്ള പല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ നമ്പർ സഹിതം പറയുന്നുണ്ട്. ലോകത്തിൽ ഒരു രാജാവിനും അന്ന് അത്രയും സ്വത്ത് ഇല്ലായിരുന്നു എന്നെന്ത് ചെയ്യുന്നുണ്ട് പറയും. ഈ മനുഷ്യനെയാണ് നമ്മൾ മാതൃകാ മനുഷ്യനായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുക. യേശു അതിനെ എനിക്ക് ഒന്ന് അങ്ങനെ പിച്ച് ചീന്തി എന്ന് വേണം പറയാം. യേശു പറയും, യു ഡോണ്ട് ലുക്ക് സോളമൻ. സോളമനെ നോക്കിയാൽ നിന്റെ ആകുലചിന്ത ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അത് ക്രിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് നീ നോക്കണം എന്നുണ്ടെങ്കിൽ ആരെ നോക്കണം? ഇത് തന്നെയല്ല, വേറെ രണ്ടിടത്തും യേശു സോളമനെ വിമർശിക്കുന്നു. രണ്ടാമത്തെ ഇടാൻ ചോദിച്ചാൽ ഒരു വിധവ 2 കാശിട്ടു. അപ്പൊ യേശു പറഞ്ഞു, ഇവിടെ വന്ന എല്ലാവരേക്കാളും കൂടുതൽ സ്വത്രകാഴ്ച ഇട്ടത് ആരാ? ഈ വിധവയാന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് അന്നേരം ആരും കമന്റ് ചെയ്തില്ല. പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അത് പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് ശിഷ്യന്മാര് യേശുവിനെ വിളിച്ചുകൊണ്ട് ഈ ദേവാലയത്തിന്റെ മുൻവശത്ത് വന്നിട്ട് ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചു, ഈ ദേവാലയത്തേക്ക് നോക്ക്, ഇതിന്റെ കൊത്തുപണിയും പണിയുടെ രീതിയും നോക്ക്. ഇത് ഞങ്ങൾക്ക് ശലോമോൻ 40 വർഷം കൊണ്ട് എന്ത് ചെയ്താ പണിത് തന്നാന്ന് പറഞ്ഞു. അപ്പൊ യേശു അവിടെ ഈ വിധവയെ പ്രശംസിച്ചതിന്റെ ഒരു മറുപടി എന്ന രീതിയിലാണ് ഇവർ കൊണ്ടുവന്ന് യേശുവിനെ ഈ കാഴ്ച എന്ത് ചെയ്യുന്നത് കാണിക്കുക. ഉടനെ യേശു പറഞ്ഞ മറുപടി എന്തുവാ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്യും? കാരണം 2 കാശിട്ട വിധവയെ ശ്രദ്ധിക്കാതുള്ള ഏത് കെട്ടുപണി ചരിത്രത്തിൽ എന്ത് ചെയ്യത്തില്ല, നിൽക്കുകയില്ല എന്ന് യേശു പറയും. പിന്നെ വേറൊരു സന്ദർഭമുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്കറിയാം. അവിടെ ശേബാരാജ്ഞി ഈ ശലോമോന്റെ മഹത്വം കാണുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു, വരുന്നുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കാം. അപ്പം ആ ഭാഗമുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യം. അവിടെ പറയുന്നത്, ഇതാ ഇവിടെ യോനയിലും വലിയവൻ, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ തൻ്റെ തലമുറയോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അവനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതിയിൽ നിന്ന് വന്നല്ലോ. ഇതാ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. മനസ്സിലായില്ലേ? അവിടെയും യേശു ശലോമോനെ മാറ്റി നിർത്തുക. മനസ്സിലായില്ലേ? അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ഏതിനെയാ ശ്രദ്ധിക്കുന്നത്, എന്തിനെയാ ലാക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും നോക്കുവിൻ എന്ന വാക്ക് ഇങ്ങനെ കൂടെ എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കും അല്ലേ? അതുകൊണ്ട് ശലോമോൻ അവന്റെ തൻ്റെ സർവ്വമഹത്വം ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഡോണ്ട് ലുക്ക് അറ്റ് സോളമൻ, ലുക്ക് അറ്റ് നേച്ചർ. നേച്ചർ എന്തുവാ കാണിക്കുന്നത്? നേച്ചർ പോയിന്റ്സ് ടു അസ് എന്തുവാ? ഞാൻ പറഞ്ഞ ഒരു ഇൻഡ്വെല്ലിംഗ് റെസിപ്രോസിറ്റി. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ നേച്ചർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു ആ രീതിയിൽ ഹ്യൂമൻ വേൾഡ് ഓപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകുലചിന്ത ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. എന്തുകൊണ്ട് നമ്മൾ ആകുലചിന്തരാകുന്നത്? ഭയങ്കര കോമ്പറ്റീഷനാണ്, ഭയങ്കര മത്സരമാണ്, ആർക്കും ആരെയും പിടുത്തമല്ല. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ജീവിക്കുന്നെങ്കിൽ തന്നെ ആ കോമ്പറ്റീഷനും മത്സരവും എല്ലാം ആയിട്ട് ലോകം മുന്നോട്ട് പോവുക. അതൊരു ഹ്യൂമൻ നേച്ചറാണ്, ശലോമോന്റെ പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് യേശു പറയുന്നത്, നിങ്ങൾ പ്രകൃതിയുടെ പ്രിൻസിപ്പിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ, മാനസാന്തരപ്പെട്ടാൽ നിങ്ങളുടെ ആകുലചിന്ത എന്ത് ചെയ്യും, കുറയും. കാരണം അതിനകത്തൊരു റെസിപ്രോസിറ്റി ഉണ്ട്, ഒരു ഇൻഡെല്ലിംഗ് ഉണ്ട്. മനസ്സിലായല്ലോ? അതിലേക്കാണ് യേശു നമ്മളെ എന്ത് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടത് ആവശ്യം അല്ലേ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ, ഈ എക്കോളജിക്കൽ സൺഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രകൃതി ഒബ്സർവ് ചെയ്യും. അതായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന തെറ്റായ മാതൃകകളിലേക്ക് പോകരുത്. ഇപ്പം അമേരിക്ക നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയാണ്. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും അമേരിക്കയിൽ പോകണം, യൂറോപ്പിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്നാ? കാരണം വെച്ചാൽ നമുക്കറിയാം അവിടെയാണ് നമ്മുടെ ഒരു ലക്ഷ്യവും താല്പര്യവുമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ കുറേ നാൾ അമേരിക്കയിൽ പോയി താമസിച്ച് കഴിയുമ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഏത് രീതിയിലാണെന്നൊക്കെ നമ്മൾ ആലോചിക്കണം. മനസ്സിലായി? പ്രത്യേകിച്ച് നമ്മുടെ പ്രായമുള്ളവരൊക്കെ അവിടെ പോകുന്നവരുണ്ട്. കുറേ കഴിയുമ്പോഴൊക്കെ ജീവിതത്തോട് തന്നെ വിരക്തരാകുന്നുണ്ട്. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഇല്ല, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, ഇല്ലെന്നുള്ളതല്ല. പക്ഷെ എന്തോ ഒരു സംതിങ് റോങ് ആൻഡ് സംതിങ് മിസ്സിങ് എന്നൊരു ഫീലിങ്ങിലേക്കാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നത്,
ചെന്ന് ചേരുന്നു. കാരണം ഈ ഒരു ടവറിങ് മെറ്റീരിയാലിറ്റി ഒന്നും നമുക്ക് ആർക്കും ആ രീതിയിൽ സ്വസ്ഥത തരത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പ്രകൃതിയുടെ പ്രിൻസിപ്പിൾസ്, പ്രകൃതിയുടെ പോളിസീസ്, അതിലേക്കാണ് യേശു നമ്മളെ എന്ത് ചെയ്യുന്നത്? ക്ഷണിക്കും. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഒന്ന്, വി ഹാവ് ടു ലേൺ ഹൗ ടു ലിവ് വിത്തിൻ ദി ലിമിറ്റ്. ഒരു ലിമിറ്റിനകത്ത് എങ്ങനെ ജീവിക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. മനസ്സിലായി? ഒരു അൺലിമിറ്റഡ് ഗ്രോത്ത് എന്നുള്ള നമ്മുടെ ഇപ്പോഴത്തെ സ്ലോഗൻ. മനസ്സിലായി? എങ്ങനെ എത്രയും ഗ്രോത്ത് പോകാം, എത്രയും ഗ്രോത്ത്. ഈ ഗ്രോത്തിനൊക്കെ ഒരു മാക്സിമം പോയിന്റ്, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. മനസ്സിലായി? ഈ ഹരാരിയുടെ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. കഥ എന്നാ ചോദിച്ചാൽ, ഈ ശിലായുഗത്തിൽ ജീവിച്ച മനുഷ്യന് ഒരു ദിവസത്തെ അവൻ്റെ രാവിലെ 6 മണി തൊട്ട് രാത്രി 12 മണി വരെയുള്ള, പിറ്റേ ദിവസം 6 മണി വരെയുള്ള ഒരു ദിവസത്തിൻ്റെ അവന് മൊത്തം ചിലവാക്കിയ ഊർജ്ജം എന്ന് പറയുന്നത് 20,000 കാലറിയാണ്. അവന് ആഹാരം ഉണ്ടാക്കാൻ, നായാട്ടിന് പോകാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനായിട്ടും അവൻ സ്പെൻഡ് ചെയ്ത കാലറി എന്ന് പറയുന്നത് 20,000. ഇന്നത്തെ ഒരു അമേരിക്കക്കാരൻ ഒരു ദിവസം ജീവിക്കണമെങ്കിൽ അവന് 2,29,000 കാലറി വേണം, ഊർജം വേണം. മനസ്സിലായി? ഹരാരി ചോദിക്കുന്നത് ഈ ശിലായുഗത്തിൽ ജീവിച്ച മനുഷ്യനേക്കാൾ 60 ഇരട്ടി ഊർജം ഒരു സാധാരണക്കാരൻ അമേരിക്ക എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഈ ശിലായുഗത്തിൽ ജീവിച്ച മനുഷ്യനേക്കാൾ 60 ഇരട്ടി സന്തോഷവാനാണ് ഈ അമേരിക്കക്കാരൻ ചോദിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിത്തിൻ ദി ലിമിറ്റ്, ഇപ്പൊ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചില്ല, അതാ നമ്മളൊരു വിത്തിൻ ലിമിറ്റ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ ഫിലോസഫി അതായിരുന്നല്ലോ. അദ്ദേഹം പറയുന്നത് 50 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലേ നമ്മൾ ജീവിക്കാം, അതിൻ്റെ അപ്പുറത്തും ഉള്ളൊരു സാധനം നമ്മൾ മേടിക്കരുത്. അങ്ങനെ ജീവിക്കാനുള്ള വിഭവങ്ങൾ ലോകത്തിലുണ്ട്. ഒരാളുടെ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് ഈ 50 കിലോമീറ്റർ വരാവും. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ജീവിക്കണം എന്നുള്ള. മനസ്സിലായില്ലേ? ഒരു ഇപ്പം തന്നെ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ടല്ലോ. ഈ സബർമതി ആശ്രമത്തിൽ ഗാന്ധി ജീവിക്കുമ്പോൾ നെഹ്റു ഗാന്ധിജിയെ കാണാൻ വന്നപ്പം ഈ ഗാന്ധിജി ഈ ക്യാപ്പ് തുറന്നിട്ട് ചിരട്ടയ്ക്കകത്ത് വെള്ളം എടുത്ത് കാല് കഴുകിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പം നെഹ്റുവിന് ശുണ്ഠി വന്നു. അപ്പം നെഹ്റു ചോദിച്ചു, ബാപ്പുജി എന്തിനാ എത്ര പിശുക്ക് കാണിക്കുന്നു? നമ്മുടെ ഗംഗയിലൂടെ യമുനയിലൂടെ ഇഷ്ടംപോലെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അന്ന് 30 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഗാന്ധിജി പറഞ്ഞു, ശരിയാണ്, എല്ലാം ഉണ്ട്. ഈ ഗംഗയിലൂടെ യമുനയിലൂടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷെ അതിൽ എൻ്റെ ഷെയറാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഷെയർ ഉപയോഗിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ഷെയർ ഉണ്ടോ? അതുകൊണ്ടാണ് ഈ നമ്മുടെ സ്വീഡനിലെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ വളർന്നു വരുമ്പോൾ ഈ ലോകം ഇതുപോലെ നിലനിൽക്കുമോ? കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തന്നെ ആശങ്കയുണ്ട് ഇപ്പോൾ. മനസ്സിലായി? അതുകൊണ്ട് ഹൗ ടു ലിവ് വിതിൻ ദി ലിമിറ്റ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനകത്ത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കീപ്പപ്പ് ചെയ്യാൻ, അങ്ങനെ എല്ലാവരും ചിന്തിക്കാന്നുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നം സോൾവ് ചെയ്യാം. അപ്പം നമ്മൾ വളരെ അൺലിമിറ്റഡ് ആയിട്ട് പോവുകയും അതിൻ്റെ ഫലമായി കുറേ പേര് വളരെ, ഇപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ മുഴുവൻ കാറും കൂടെ ഉപയോഗിച്ചാൽ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കാർ ഉപയോഗിച്ചാൽ ആർക്കും കാർ ഓടിക്കാൻ നോക്കുകയാണ്. കാരണം അതിനുള്ള ഫ്യൂൽ ഇല്ല. അപ്പം നമ്മൾ കാർ ഓടിക്കുന്നത് കുറേ പേർ ഓടിക്കാതിരിക്കുന്നതുകൊണ്ട് അതും ഓർക്കണം. മനസ്സിലായി? എന്തുമാത്രം പെട്രോൾ നമ്മളിങ്ങനെ എടുക്കുന്നു. അപ്പം അതിൻ്റെ കണക്കൊക്കെ എൻ്റെ, പക്ഷേ അപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊരു കാര്യമാണ്, ഹൗ ടു ലിമിറ്റ് വിത്തിൻ ദി ലിമിറ്റ് എന്നുള്ളത്. ഹൗ ടു ലിവ് വിത്തിൻ ദി ലിമിറ്റ്. രണ്ടാമത്തേത്, വി ഹാവ് ടു ലേൺ ഞാൻ പറയുന്നത്, വി ഹാവ് ടു ലേൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് നേച്ചർ. നേച്ചറിനോട് ചേർന്ന് പോകാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് വിത്ത് നേച്ചറിനോട് ചേർന്ന് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളത്. ഹൗ ടു ലേൺ ലീവ് വിത്ത് നേച്ചർ. പിന്നെ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ വെജിറ്റേറിയൻ ആകണമെന്നോ നമ്മൾ കതറിടണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇപ്പം നമ്മൾ ഈ ഭൂമി വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയുടെ ഒരു 10-20% മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഒത്തിരി ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമുക്ക് പുഴ നമുക്ക് എണ്ണിയെടുക്കും, കേരളത്തിൽ എത്ര പുഴയുണ്ടെന്ന് എണ്ണം. പക്ഷെ ഉറവ നമുക്ക് ആർക്കും തിട്ടപ്പെടുത്താൻ ഒക്കത്തില്ല, അല്ലേ? ഇപ്പം നമുക്കറിയാം മുത്ത് നമുക്ക് വേണേൽ എണ്ണിയെടുക്കുക. പക്ഷേ മുത്തിൻ്റെ ഖനിയുടെ ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യാം? പ്രയാസം വരുന്നു എന്ന് വേണം. ഇപ്പം മരത്തെ തന്നെ നമുക്ക് എണ്ണാം, പക്ഷേ മരത്തിൻ്റെ വേരിൻ്റെ വ്യാപ്തി നമുക്ക് എന്ത് ചെയ്യത്തില്ല?
എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഒരു ആന്തരികത ഭൂമിക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ നേച്ചറിനോട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വെജ്ജാകുക എന്നുള്ളതല്ല, കതറിടുക എന്നുള്ളതല്ല, നമ്മുടെ തന്നെ ആന്തരികതയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രവേശിക്കുക എന്നുള്ളത്. നമ്മളെ തന്നെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഇന്ന് നയിക്കുന്ന ജീവിതം ആവശ്യമുണ്ട്, ഇത്രയും ജീവിതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നാർക്കും. നമുക്കറിയാം, നമ്മളിപ്പം 70-80 കാലത്തിലാണല്ലോ ഗൾഫിലേക്കൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ പോയത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമ്മൾ വലിയ വീടുകളാണ് വെച്ചത്. തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിയിലേക്ക് വന്നാൽ എത്രയോ വലിയ വീടുകളാണ്. ഇന്നിതപ്പം ഈ അന്ന് നമ്മൾ നേടിയ എല്ലാ അസറ്റുകളും ഇപ്പോൾ ഒരു ബാധ്യതയായിട്ട് എന്ത് ചെയ്യുക, മാറുക. ഇപ്പം 3000-3500 സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ വിൽക്കാൻ മനുഷ്യൻ പാടുപെടുക. മനസ്സിലായില്ലേ? ഈയിടെ ഞാൻ എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി പറഞ്ഞു ഞാൻ 3 വർഷമായി മേളിൽ കയറിയിട്ടെന്ന് പറഞ്ഞു. അറിഞ്ഞു കിടക്കുക. മനസ്സിലായില്ലേ? ഒരു അൺലിമിറ്റഡ് അംബിഷൻ, അൺലിമിറ്റഡ് ഗ്രോത്തിലേക്കാണ് പോയത്. അതിന്ന് നമുക്കൊരു ബാധ്യതയായിട്ട് എന്ത് ചെയ്തു, മാറുന്നു എന്നുള്ളത്. അപ്പം ഹൗ ടു ലിവ് വിത്ത് നേച്ചർ, നേച്ചറിനോട് ചേർന്ന് നമുക്ക് എങ്ങനെ ജീവിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹൗ ടു ലിവ് ഇൻ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിൽ എന്ത് ചെയ്യണം, ജീവിക്കുക. അതാണ് ഏറ്റവും വലിയ അസറ്റ്. ബന്ധങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. മനസ്സിലായി? ലൈഫ് ഈസ് പോസിബിൾ ഓൺലി ഇൻ റിലേഷൻഷിപ്പ്. ബന്ധങ്ങളിലാണ് ജീവിതം സാധ്യമാകുന്നത്. നമുക്കറിയാം, ഈ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഈ മാർട്ടിൻ ബൂബർ എന്ന് പറയുന്നൊരു റഷ്യൻ ദൈവശാസ്ത്ര പണ്ഡിതനുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത്, നിങ്ങളത് വായിക്കുമ്പം ഒന്ന് ചെറിയ ഓർഡർ ചെയ്ത് വായിക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്നുള്ളത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് വായിച്ചാൽ അത് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആണ്. അദ്ദേഹം പറയും, ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് റിലേഷൻഷിപ്പ്. ആദിയിൽ ദൈവം ബന്ധങ്ങൾ എന്ത് ചെയ്തു, സൃഷ്ടിച്ചു. ബന്ധങ്ങളാണ് മുഴുവൻ. ആഴിയും ആഴിയും തമ്മിലുള്ള ബന്ധം, കരയും ഭൂമിയും തമ്മിലുള്ള ബന്ധം, മൃഗങ്ങളും സസ്യങ്ങളും തമ്മിലുള്ള ബന്ധം, മനുഷ്യരും ഏതന്തോട്ടവുമായുള്ള ബന്ധം. അപ്പോൾ ബന്ധങ്ങളുടെ വലിയൊരു ശൃംഖലയാണ് ആര് സൃഷ്ടിച്ച്, ദൈവം സൃഷ്ടിച്ചത്. ആ ബന്ധങ്ങളിൽ വളരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആ ബന്ധങ്ങളെ വളർത്തുന്നതിലാണ് ജീവിതത്തിൻ്റെ മാധുര്യം, അർത്ഥം എന്ന് തിരിച്ചറിയാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കുമ്പോഴാണ് ജീവിതത്തെ കുറെ കൂടി നമുക്ക് ഈ ഒരു ബന്ധത്തിനകത്ത് ജീവിതത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് എന്ത് ചെയ്യുന്നത്, സാധിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഹൗ ടു ലേൺ, അതായത് ഹൗ ടു ലേൺ വിതിൻ ദി ലിമിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. വി ഹാവ് ടു ലേൺ വിത്ത് നേച്ചർ എന്ന് പറഞ്ഞു. മൂന്നാമത്തേത് വി ഹാവ് ടു ലേൺ ഹൗ ടു പ്രൊപ്പഗേറ്റ്, അല്ലെങ്കിൽ ഹൗ ടു ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ് എന്നുള്ളത്, അല്ലേ? അപ്പം ആ ബന്ധത്തിനകത്ത് ഈ കോവിഡ് നമ്മളെ പഠിപ്പിച്ചത് എന്തുവാ, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഏറെ നാൾ നിൽക്കാൻ ഒക്കില്ല എന്നാണ് കോവിഡ് നമ്മൾ എന്ത് ചെയ്ത് പഠിപ്പിച്ച്. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയെ പോലെ പരസ്പര ബന്ധത്തിൽ പരസ്പര ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും പൊരുളും കിട്ടുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകും. അതുകൊണ്ടാണ് ഡെസ്മണ്ട് ടിറ്റു പറയുന്നുണ്ടല്ലോ, വി ക്യാൻ ബി പ്രോസ്പെറസ് ഓൺലി ടുഗദർ, വി ക്യാൻ ബി സേഫ് ഓൺലി ടുഗദർ, വി ക്യാൻ സർവൈവ് ഓൺലി ടുഗദർ, വി ക്യാൻ ബി ഹ്യൂമൻ ഓൺലി ടുഗദർ. ആ ടുഗദർനെസ്സിനകത്താണ് അതെല്ലാം ഇരിക്കുന്നത്. ആ ടുഗദർനെസ്സിനെ എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു എക്കോളജിക്കൽ സൺഡേ നമുക്ക് ഒന്ന് ചിന്തിക്കാനുള്ള സന്ദർഭമാണ്. ഞാൻ പറയാൻ ശ്രമിച്ച ഇത്രയേ ഉള്ളൂ. ഡോണ്ട് ലുക്ക് സോളമൻ. സോളമൻ്റെ ലോജിക്കല്ല നമുക്ക് ആവശ്യം. അത് ഡിസ്ട്രക്റ്റീവാണ്, അക്യുമുലേറ്റീവാണ്, അത് ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് യേശു പറയുന്നത് ഡോണ്ട് ലുക്ക് സോളമൻ, ലുക്ക് നേച്ചർ. പ്രകൃതിയെ നോക്കണം, പ്രപഞ്ചത്തെ നോക്കണം. അതിൻ്റെ പ്രിൻസിപ്പിൾ അത് ഇൻഡ്വെല്ലിംഗ് ആണ്, റെസിപ്രോസിറ്റിയാണ്. അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ നിനക്ക് എന്ത് ചെയ്യണം, സാധിക്കണം എന്നുള്ളത്. മനസ്സിലായില്ലേ? അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലേൺ ചെയ്യേണ്ടത് ഹൗ ടു ലേൺ വിതിൻ ദി ലിമിറ്റ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിമിതിക്കുള്ളിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. 2 ഹൗ ടു ലേൺ വിത്ത് നേച്ചർ. നേച്ചറിനോട് ചേർന്ന്, എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരികതയിലേക്ക്, ആഴത്തിലേക്ക് പോയി ജീവിതത്തെ മനസ്സിലാക്കാനും പ്രപഞ്ചത്തെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. 3 ഹൗ ടു ലേൺ ഹൗ ടു ലേൺ ഇൻ റിലേഷൻഷിപ്പ്. ബന്ധത്തിനകത്ത് നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് പഠിക്കാൻ. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.